ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും 5:30 മണി 6 മണി 7 മണി വരെ ഗുഡ് മോർണിംഗ് പറയുന്ന സ്ഥലത്ത് എന്താ അത് സൂര്യൻ നെറ്റിയിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്ന അമ്മ. അതെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയാ, മനസ്സിലായോ? അത് ഗുഡ് മോർണിംഗ് തന്നെ പറയാ. അതെന്താണ്, നേരം വിളിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം വൈകിയപ്പോ എന്താ കുഴപ്പം? 5 മണി 6 മണിക്കെല്ലാം ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പറയാൻ പാടില്ല? ഉച്ചക്ക് വിശന്ന് കയറി വരുമ്പോ അമ്മ ഗുഡ് മോർണിംഗ് പറയട്ടെ അച്ഛൻ്റെ അടുത്ത്. അത് ഉച്ചക്കല്ലേ, ഉച്ചയല്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, എന്തിനാ തർക്കിക്കണത്? എന്താ ഇതിന്റെ ആവശ്യം? വെറുതെ തർക്കിക്കണത്. പറയുമ്പോ എനിക്ക് എല്ലാം മറന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ക്യാബേജ് തോരൻ. ക്യാബേജ് തോരൻ. ഇതാ ഇങ്ങനെ ഞാൻ ഈ ക്യാബേജ് അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ അങ്ങനെയാണ് കേട്ടോ. നീളത്തിൽ നല്ല ചെറുകുനാന്നല്ല, കുറച്ചൊരു നീളത്തിൽ ഇങ്ങനെ അങ്ങനെ. എന്താ ഈ കുനുകുനാന്ന് ഉദ്ദേശിക്കുന്നത്? അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു, ചെറുതായിട്ട് പറയണം. അതേപോലെ അരിഞ്ഞ് ഒരു ഉരുളങ്ങ. ഇതെങ്ങനെ കുനുകുനാണോ? ഇതുപോലെ ഈ ക്യാബേജ് അത് പറഞ്ഞാൽ മതി, കുനുകുനാന്ന് വേണ്ട. അവിടെ പച്ചമുളക്, ഇത്തിരി മല്ലിയില, കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്, ചെറിയ ഉള്ളി, ഇത്രയും മതി. ഇത്രേ ഉള്ളൂ? അത്ര സിമ്പിൾ. പിന്നെന്താ, ക്യാബേജ് തോരൻ സിമ്പിൾ അല്ലാണ്ട് വല്ല എന്തെങ്കിലുമൊക്കെ ഇടാൻ. അല്ല, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്താണ്, സിമ്പിൾ ആണെന്ന്. ഒരുപാട് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണം. അയ്യോ, എന്താ എല്ലാത്തിലും ഇങ്ങനെ സംശയം പറയണത്? അമ്മേനെ കളിയാക്കണം, നമുക്കൊരു തോന്നലാണ് അമ്മ. അത് അത് നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും കളിയാക്കണമെന്ന്. അത് നല്ല സ്വഭാവം അല്ലമ്മ. അത് വളരെ ചെറുപ്പത്തില് അമ്മേനെ തല്ലി വളർത്താത്തതിന്റെ ശീലാണ്. അപ്പൊ ഒരു കാര്യം കൂടി അതിൽ പറയാനുണ്ട്. കൂടുതൽ തല്ലിയ മണ്ടനാവും, മണ്ടിയാവും. അത്യാവശ്യം തല്ലിയ നന്നാവും. ഞാനൊക്കെ ഈ ജനറേഷനിൽ ജനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ തല്ലിയ വിവരം അറിയണ്ടായിരുന്നു. തൊടാൻ പറ്റും അന്നത്തെ കുട്ടിയോടെ. നോക്ക് നോക്ക്, കട്ടിക്ക് തെറിക്കുമ്പോൾ തെറിക്കുകയാണ് അമ്മ. എന്നെ ചീത്ത പറയുമ്പോൾ അമ്മ മനസ്സിൽ തന്നെ ചീത്ത പറഞ്ഞ അതേപോലെ പടപടപടപടാന്ന് പിടയ്ക്കുന്നത്. നമുക്കെന്താണ് എതിര് അതിൽ തന്നെ നോക്കി. പച്ചമുളക്, ഉള്ളി എല്ലാം അതിൽ ഇട്ടു. അതെന്താ അങ്ങനെ? നമ്മൾ കിട്ടേണ്ട ആവശ്യമില്ല. ഇനി ഈ ഉരുളക്കിഴങ്ങ് മാത്രം ആദ്യം കിട്ടും. അതോ അതിൽ തന്നെ ഇടായിരുന്നല്ലോ? അല്ല, അത് ഉരുളക്കിഴങ്ങ് ഇത്തിരി വേവുള്ളതല്ലേ. അപ്പം അതിൽ കറിവേപ്പിലാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം കൂടെ കറക്റ്റ്. ഇത് നമുക്ക് കഴിയുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി അതിൽ കുറച്ച് ഉപ്പ്. നമ്മുടെ ആരോ കുടുംബാംഗങ്ങളൊക്കെ പനിയാണ്, ജലദോഷമാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അമ്മ പറഞ്ഞല്ലോ. അതെ, പനിയാണ് സാർ. അപ്പോൾ അവർക്കൊക്കെ പനിയൊക്കെ വേഗം മാറട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം എല്ലാവർക്കും പനിയാണ് അല്ലേ? മിക്കവാറും ആൾക്കാരൊക്കെ പറയുന്നത് പനിയാണ്. ഇതുണ്ടോ, ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ കൈകൊണ്ടൊന്ന് കണ്ടോ ഇങ്ങനെ യോജിപ്പിക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക്, വേറെ ഒന്നുമില്ല അതിൽ. ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ടോ എല്ലാം കൂടി കൈകൊണ്ടൊന്ന് യോജിപ്പിക്കും. ഇത് ഒന്നാകട്ടെ. അപ്പൊ ഇതിനൊരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങുള്ളത് ഇതൊക്കെ കാണിച്ചോ? ഒരു നുള്ളി ഉപ്പിനൊരു ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടത് കാണിച്ചോ? അതിൽ ഉപ്പിട്ടു കാണിച്ചോ? കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. എത്ര ഉപ്പിടണം അതൊക്കെ അവർക്കറിയാം. അതെ, ക്യാബേജൊക്കെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനല്ലേ എടുക്കുക. അപ്പൊ അതിൽ എത്ര ഉപ്പിടണമെന്ന് അവർക്കറിയാം കേട്ടോ. ചോദിക്കണല്ലോ. കണ്ടോ, ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും. കണ്ടോ, അതിന് കിടന്നിട്ടില്ല ആവുക, പിന്നെ വേറെ എവിടെയും കിടന്നിട്ടാവുക. എന്താ അങ്ങനെ പറയണം? പെട്ടെന്ന് ആവുന്ന ഞാൻ പറഞ്ഞു. പിന്നെ മഞ്ഞപ്പൊടി വേണ്ട. അതിന് മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു സുഖമില്ല. അതിനെല്ലാം കൂടി ഒരു മഞ്ഞ കളറായിരിക്കും. മഞ്ഞപ്പൊടി നമ്മൾ വേറെ രീതിയിൽ വെക്കുമ്പോൾ ഇടാറുണ്ട്. അപ്പൊ പിന്നെ മല്ലിപ്പൊടി ഇട്ടപ്പോൾ വേറെ കളറാവും. വേണ്ട. അപ്പൊ മഞ്ഞ കളർ ആവാത്ത ക്യാബേജാണോ അത്? മഞ്ഞ കളർ വേണ്ട, ഇതിൽ ഇടുകയാണ്. അല്ല, നമ്മൾ വേറെ രീതിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇടും. പക്ഷെ ഇതിൽ ഇടുന്നില്ല. ഓഹോ, മനസ്സിലായി. സാധാരണ നമ്മൾ ക്യാബേജ് ഉപ്പേരി കാണുമ്പോൾ മഞ്ഞ നത്രല്ല കാണാൻ.
ഇതിന് മഞ്ഞപ്പൊടി ആയി. പക്ഷെ ഇതിന് എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നുന്നത് ആ ഉരുളക്കിഴങ്ങാണ്. ഏത് പച്ചക്കറി ഇതിൽ മിക്സ് ചെയ്യുക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇടാം. എനിക്ക് ക്യാരറ്റിനോട് വലിയ താല്പര്യമില്ല, കാരണം ഇത്ര സ്വീറ്റ്നെസ് കൂടുന്നതാണ്. ഇതിലുണ്ടല്ലേ, പക്ഷെ ഇത് നന്നായിരിക്കും. ഈ ക്യാബേജിൻ്റെ കൂടെ കുറച്ച് അല്ല, ഉരുളക്കിഴങ്ങ് നന്നായിരിക്കും. ക്യാരറ്റിനോട് എനിക്ക് എന്തോ അത്ര ശരിയാണ് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആവും. ഇത് അധികം വേവുന്നില്ലല്ലോ, പെട്ടെന്നാണ്. അധികം വേവിക്കരുത് ക്യാബേജ്. എന്താ ക്യാബേജ് അധികം ഉണ്ടെന്നല്ല, ഒരു പാകത്തിലുള്ള വേവാണ്. എന്നെ ഇടിച്ച് വീഴ്ത്തു അമ്മ. തുമ്പിക്കൈ പോലത്തെ കൈ വന്നിട്ട് ഏതാണ്ട് ചങ്ങനെ അടുത്ത് വരെ വരുന്നുണ്ട്. ആവട്ടെ, അതെന്താ ആവട്ടെന്നാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഒരാവട്ട വന്നിട്ട് അങ്ങടെ അങ്ങടെ പോയിട്ട് എടുക്കാൻ പോയ പോലെ ആയി. അത് കുക്കിങ്ങിൻ്റെ എന്തൊരു സാധനം ഞാൻ വിചാരിച്ച ഒരു ആവട്ടയും കൂടി വേണം പറഞ്ഞ പോലെ. അമ്മ എന്തമ്മ അത് ഏത് കാലഘട്ടത്തിലമ്മ അമ്മ കല്യാണം കഴിച്ചത്? എന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നത്, എന്നിട്ടും കൂടി ഇപ്പം കൂടെ ആവട്ടെ കോവട്ടെ മാവട്ടെ പറഞ്ഞുകൊണ്ട് കുറെ കാലം ഇവിടെയാണല്ലോ. അങ്ങനെ അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു മലയാളം ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം മലയാളം, കൊല്ലം മലയാളം, എറണാകുളം മലയാളം, തൃശ്ശൂർ മലയാളം, പാലക്കാട് മലയാളം വന്നിട്ട് മലയാളം കുറേ ഉണ്ട്. അതിൻ്റെ ഒപ്പമാണ് അമ്പു മലയാളം വരാം. എന്താമ്മ? ആ അയ്യോ, അമ്മക്ക് അതുണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അയ്യോ, ഏത് കാലത്ത് അമ്മ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? അല്ല, ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിട്ട് ആ സുമുഖനായ എൻ്റെ അച്ഛനൊപ്പം കിട്ടുന്നേക്കാളും മുമ്പ് ഒരു പ്രണയോ? ചുമയും വരുന്നു. എല്ലാ പ്രണയം പവിത്രമാണ്. ലോക പ്രണയം എല്ലാവരും ഞാൻ പറഞ്ഞുതരാം. ലോകത്തെ എല്ലാവരും പ്രണയിക്കുമ്പോൾ ദൈവികമായ പ്രണയമാണ്, ലോക പ്രശസ്തമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രണയിക്കുന്നത്. പിന്നെ കലഹമായി തല്ലുകൂടി പിച്ചിമാന്തി പോണതാണ്. മനസ്സിലായില്ലേ? അതാരാ? എൻ്റെ അച്ഛനച്ഛമ്മ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രണയല്ലേ, രാധയായിട്ടുള്ള പ്രണയം. അതാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ, പവിത്രമായ, ശാശ്വതമായ പ്രണയം എന്താന്ന് ലോകത്ത് കാണിച്ചു തന്ന തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു. ഭഗവാന്റെ പ്രണയം മനസ്സിലായോ? അതിന്റെ പ്രണയമാണ് ഏറ്റവും വലിയ പ്രണയം. അതുപോലെ ഒരു പ്രണയം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എവിടെയെങ്കിലും? 6000 വർഷം മുമ്പ് ഞാൻ ജനിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ കാണാൻ പറ്റുമോ? 6000 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, കാണാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ആ പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ രുക്മിണി ദേവി ശ്രീകൃഷ്ണനും കൂടി ഓരോന്ന് സംസാരിച്ച് ഏകാന്തമായിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. എന്തിനു ചിരിക്കണം? അമ്മയല്ലല്ലോ രുക്മിണി ദേവി, ചോദിച്ചോളൂ. ചോദിച്ചോട്ടെ. ഭർത്താക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അത് മിക്കവാറും എന്തായിരിക്കും എനിക്കറിയാം, സംശയം. ചോദിക്കുന്നത് ഭഗവാനെ, ഭർത്താവിനെ ഭഗവാൻ എന്നാ വിളിക്കുന്നത്? ഇല്ലമ്മ, അങ്ങനെ ആയിരിക്കില്ല. പ്രിയതമ, അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രിയതമനെ. കൃഷ്ണ, ഏറ്റവും കൂടുതൽ ഇഷ്ടം രാധയാണല്ലേ? എനിക്കറിയാവുന്നത്. കുശുമ്പ് ഇന്നത്തെ സ്ത്രീ സഹജമായതാണ്. അപ്പൊ അതമ്മ സംഭവിച്ചു. സംഭവിക്കുന്നല്ലോ, ഇല്ല ഉള്ളത് ഉണ്ടെന്ന് തന്നെ പറയണ്ടേ. അപ്പൊ അത് ഞാൻ സംഭവിക്കും. അപ്പൊ കുശുമ്പോട് കൂടി അങ്ങനെ ചോദിച്ചു. ആര്? രുക്മിണി ദേവി. രാധയോടാണല്ലേ കൂടുതൽ ഇഷ്ടം, സ്നേഹമൊക്കെ. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണന്റെ പിന്നെ എന്നോ തന്നെയാണല്ലോ, പുഞ്ചിരിയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്താണ് രാധയോട് ഇത്രയും സ്നേഹം? രാധ അത്രയ്ക്ക് സുന്ദരിയാണോ എന്ന് ചോദിക്കും. അത് അടുത്തത് പോയിന്റ് കണ്ടുപിടിക്കാൻ. ഞാനാണോ സുന്ദരി, രാധയാണോ എന്നെക്കാളും സുന്ദരി എന്ന് കണ്ടുപിടിക്കാൻ. മനസ്സിലായി? വീണ്ടും ചിരിച്ചു. എന്താ പറയാ, ആപത്താണ്. സുന്ദരിയാണെന്ന് പറഞ്ഞ ആപത്താവും. അതാണ്. മനസ്സിലായി, കൃഷ്ണന്റെ ബുദ്ധിയുണ്ട്. കൃഷ്ണ, ഈ പുഞ്ചിരി തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുന്നു. അപ്പോഴും പുഞ്ചിരിച്ചു. അപ്പോഴും ഇത് ഈ പുഞ്ചിരി ഞാൻ സമ്മതമായി കണക്കാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് രാധയുടെ ഒരു ചിത്രം വരച്ചു തരുമോ? എങ്ങനെയുണ്ട് രാധാവ് കാണാൻ എനിക്കൊരാഗ്രഹം. എനിക്കാണോ രാധയ്ക്കാണോ സൗന്ദര്യം കൂടുതൽ ഉള്ളിൽ അറിയാനൊരാഗ്രഹം ആയിരിക്കാം. അതൊന്നും ഇതിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്തൊരു അനീതിയാണ്. ശരിയാക്കട്ടെ.
എന്താ അത് ഞാൻ ചോദിക്കാൻ പാടില്ല, ഞാൻ കേൾക്കണം പക്ഷെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും അതിനൊരു സ്വാദുമാണ് ഈ ഇതിന്. അപ്പം മല്ലിയില ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും കറിവേപ്പിലല്ലേ ഇത്, മല്ലിയില ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിപ്പോൾ ആയി കണ്ടോ. ഇത് ഇത്ര വേവാവും. ഒരുപാട് വെന്തായ ക്യാബേജിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, എല്ലാം കൂടി ക്യൂരിയോസിറ്റി കൂടി വരികയാണ്. രുക്മിണി ദേവി തന്നെക്കാളും സൗന്ദര്യമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ കഥയിലേക്ക് വരാം. അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിപ്പറ്റി വെച്ചു കൊടുക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഉപ്പിൻ്റെ കാര്യം നോക്കണ്ടേ. നോക്കൂ, ഞാൻ കാണിച്ചു കൊടുക്കട്ടവർക്കൊക്കെ എങ്ങനെ നോക്കണം. ആഹാ, ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയതാണ്. അല്ല ഇങ്ങനെയൊന്നല്ല, വലിയൊരു വായിലിട്ട് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് പാകാണ്, ഇതിന് അധികം ഉപ്പൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം. എന്തിനെങ്ങനെ തട്ടി പൊത്തിയൊക്കെ വെച്ചോളൂ, അങ്ങനെ വെച്ചാൽ ഇരുന്നോളില്ലേ അത് വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ കാണിക്കും, അത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും എന്ത് ചെയ്യും അത് നമ്മളും ചെയ്യും, അത്ര അത് പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ല. അപ്പോൾ ചിത്രം വരയ്ക്കാൻ പറയും. അപ്പോൾ അപ്പോഴും പുഞ്ചിരിച്ചിട്ടും ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണൻ എന്ത് പറ്റി ഏത് നേരം പുഞ്ചിരിച്ചുകൊണ്ട്? അതാ നല്ലതും തോന്നിയിട്ടുണ്ടാവും. ആ ഭാര്യമാരോട് എപ്പോഴും അങ്ങനെ പെരുമാറാണ് നല്ലത്. അന്നും ഇന്നും ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആദ്യം 2 കണ്ണുകൾ വരച്ചു. ആ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ രുക്മിണി ദേവി, ദൈവമേ ഇതെന്താണ്, ഈ ലോകത്തിന്റെ എല്ലാ സൗന്ദര്യവും അടങ്ങിയിരിക്കുകയാണല്ലോ ഈ കണ്ണുകളിൽ നിന്നും. അപ്പൊ തന്നെ രുക്മിണി ദേവിയുടെ പകുതി ഇത് പോയിണ്ടാവും. ദൈവമേ ഇതാണല്ലോ രാധാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ചുണ്ടുകൾ വരയ്ക്കും. ചുണ്ടുകൾ വരയ്ക്കുമ്പോൾ രുക്മിണി ദേവി പറയണേ, ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭംഗി അടങ്ങിയ കണ്ണുകളാണ് ഞാൻ കണ്ടത്. എനിക്ക് അത് കണ്ട് ഞാൻ ആകെ കോരിത്തരിച്ചിരിക്കുകയാണ്. ഈ ചുണ്ടുകളെ ഞാൻ ഇനി എങ്ങനെയാണ് വർണ്ണിക്കുകയാണ്, അത്രയും സൗന്ദര്യമാണ്. ഒരു ലിപ്സ്റ്റിക് കൂടെ അത് നല്ല ചുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇതിനെ വർണ്ണിക്കുക? എനിക്ക് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? വയറ് കത്തിയില്ലേ രുക്മിണിയുടെ, പിന്നെ എവിടുന്ന് കിട്ടാനാണ്? രാധയ്ക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് അപ്പൊ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കൃഷ്ണ. എന്നാലും ആദ്യ കാമുകനെ പറ്റി ഒരു ഭാര്യയാണ് ഈ പറയണത്, കേട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ദേവിയാണെങ്കിൽ ഒരു സ്ത്രീയല്ലേ, പാവം. അവസാനം മുഖ ചിത്രം പൂർത്തിയാക്കി അപ്പോഴേക്ക് രുക്മിണി എണിച്ചോടി ഉണ്ടാവും. കാണിച്ചു കൊടുത്തപ്പോഴേ രുക്മിണി അതിശയത്തോടെ നോക്കിട്ട്, കൃഷ്ണ എന്താണിത്? ഞാൻ പറഞ്ഞത് രാധയുടെ ചിത്രം വരയ്ക്കാനാണ്. അപ്പൊ ആരിന്റെ വരച്ചു വെച്ചിരിക്കുന്നത്? രുക്മിണിയുടെ തന്നെ ചിത്രം വരച്ചിട്ടുണ്ടാവും. അല്ല, കൃഷ്ണന്റെ ചിത്രം. ദൈവമേ, കൃഷ്ണൻ വല്ലാത്ത കള്ളകൃഷ്ണനാണ് കേട്ടോ. ചിത്രം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ചിത്രം. എന്തിനറിയാ? കുടുംബകലഹം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അയ്യോ അതല്ല. അപ്പൊ ഇതെന്താണ്? അപ്പൊ കൃഷ്ണൻ പറയും, ഇതെന്താണെന്നോ കൃഷ്ണന്റെ ചിത്രം കണ്ടിട്ടോ? അത് കൃഷ്ണനല്ലേ? കൃഷ്ണ ഇതെന്താണ്? ഞാൻ പറഞ്ഞത് രാധയുടെ. അപ്പൊ രുക്മിണി ദേവി എന്താ മണ്ടിയാ? കൃഷ്ണനെ കണ്ടാ മനസ്സിലാവില്ലേ ഇതെന്താണെന്ന്? ചോദ്യം ചോദിക്കാൻ പാടില്ലേ? ശരി. അതെ, എന്താണ് കൃഷ്ണ? ഞാൻ പറഞ്ഞത് രാധയുടെ ചിത്രം വരയ്ക്കാനല്ലേ. പിന്നെ ഹനുമാന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് അങ്ങയുടെ ചിത്രം തന്നെ വരച്ചു വെച്ചിരിക്കുന്നത്? കൃഷ്ണന്റെ തന്നെ ചിത്രം. ദൈവമേ, ഈ പോയിന്റിലേക്ക് ഞാൻ എത്തിയില്ല. അത് നമ്മ നേരത്തെ പറഞ്ഞു. കറക്റ്റ്, കുടുംബകലഹം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നീ കാണണ്ട. അപ്പൊ രാധേ ഞാൻ പറയാ അങ്ങനെ. അല്ല, ഞാനിപ്പോ പറഞ്ഞുതരാം. നീ ഇപ്പൊ അങ്ങനെ ഇപ്പൊ നീ എന്റെ രാധേനെ കാണില്ല. ഇപ്പൊ സമാധാനമായിട്ട് പോകണ്ട്, ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലെങ്കിൽ നീ എന്നെ പിരിഞ്ഞു പോവും. വെറുതെ ഡിവോഴ്സും കാര്യങ്ങളൊന്നും വേണ്ട. നീ നിന്റെ പാട്ടിൽ, ഞാൻ എന്റെ പാട്ടിൽ സന്തോഷമായിട്ട് കഴിയാന്ന് കൃഷ്ണൻ അന്ന് തീരുമാനിച്ചു. അപ്പൊ കൃഷ്ണന് വേറൊരാളും കൂടെ ഇല്ല, ദേവിന്ന്. ഭഗവാനാണെങ്കിൽ എന്താ തെറ്റ് ചെയ്ത കളിയാക്കണ്ടേ? ഭഗവാൻ എന്തുവാ നമുക്കായ കുറ്റായി. ദേവി പറഞ്ഞത് രാധയുടെ ചിത്രം വരയ്ക്കാനല്ലേ. ഞാൻ വരച്ചത് രാധയുടെ ചിത്രം തന്നെയാണ്. കള്ളകൃഷ്ണൻ നുണ പറയാ. എന്താണ് കൃഷ്ണ, ഇത് കൃഷ്ണന്റെ ചിത്രമല്ലേ, ഇത് എങ്ങനെ രാധയുടെ ചിത്രം? ഞാൻ പറഞ്ഞത് രാധയുടെ ചിത്രം. അപ്പൊ കൃഷ്ണൻ പറയും, ഞാൻ പറയാം, രാധ എന്നിൽ അലിഞ്ഞു ചേർന്നവളാണ്. രാധയും ഞാനും രണ്ടല്ല, ഒന്നാണ്. എന്നിൽ അലിഞ്ഞു ചേർന്ന രാധയ്ക്ക് എൻ്റെ ഭാവമല്ലാതെ, എൻ്റെ രൂപമല്ലാതെ വേറെന്താണ് ഉണ്ടാവുക എന്ന്. എന്നിൽ അലിഞ്ഞു ചേർന്നവളാണ് രാധ. അപ്പോൾ എന്നിൽ അലിഞ്ഞു ചേർന്ന രാധ, ഞാൻ വേറെയല്ല, രാധ വേറെയല്ല, ഞങ്ങൾ രണ്ടും ഒന്നാണ്. അപ്പോൾ എൻ്റെ ഭാവങ്ങളും എൻ്റെ രൂപവുമല്ലേ രാധയ്ക്ക് ഉണ്ടാവുക. അതാണ് ഞാനിത് വരച്ചത്. അതുപോലെ ആ സ്നേഹം, എന്നിൽ അലിഞ്ഞു ചേർന്ന ഞങ്ങളുടെ സ്നേഹം ഉണ്ടല്ലോ, അത് തന്നെയാണ് ദേവിയും അനുഭവിക്കുന്നത്. അതായത്
എല്ലാത്തിലും ലക്ഷ്മി ദേവിയുടെ അംശമാണ് ഇവരെല്ലാവരും. അപ്പോൾ എന്നിൽ അലിഞ്ഞു ചേർന്ന രാധയും ഞാനും ഉള്ള അതേ സ്നേഹം തന്നെയാണ് ദേവിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവിയും അതിൻ്റെ അപ്പോൾ അവിടെ എല്ലാവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടി. കാരണം എന്താ വെച്ചാൽ കൃഷ്ണൻ എന്തിനാണ് 7 ഭാര്യമാരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ 7 ഭാര്യമാരും ഇന്ന് നവരാത്രി നടന്നുകൊണ്ടില്ലേ, അതുപോലെ നവരാത്രി നമ്മുടെ ഇത്രയും അവതാരങ്ങൾ നമ്മൾ കാണില്ലേ, 9 ഭാവങ്ങളും 9 ഇതില് 7 ഭാവങ്ങളുണ്ട്. അതാണ് ആ രാധ മുതല് രുക്മിണി, ഭാമ അങ്ങനെ എല്ലാവരും ഒന്ന് തന്നെയാണ്. ലക്ഷ്മി ദേവിയുടെ പ്രതിബിംബമാണ്. അതൊന്നും സത്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ എന്ത് പ്രതിബിംബമാണെങ്കിലും ഇപ്പോൾ ജീവിക്കുന്നത് രുക്മിണിയുടെ ഒപ്പമാണല്ലോ. അല്ല, രുക്മിണിയും ഭാമയുണ്ട്. അങ്ങനെ ഒരാളുടെ ഒപ്പം മാത്രമൊന്നും കൃഷ്ണൻ ജീവിക്കില്ല. അങ്ങനെ 2 പേരിൻ്റെ ഒപ്പമാണല്ലോ. അവിടെ ഇപ്പോൾ ഭാമ ചോദിച്ചാലും രുക്മിണി ചോദിച്ചാലും ഈ ഉത്തരം തന്നെ നൽകാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. അത് ഭഗവാനാണല്ലോ. അപ്പോൾ ഭഗവാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ അറിയോ, എന്നിൽ അലിഞ്ഞു ചേർന്ന എൻ്റെ ആത്മാവാണ്, എൻ്റെ ആത്മാവിൻ്റെ ഭാവനയാണ് രാധ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ തോന്നുന്നതാണല്ലോ എൻ്റെ നിൻ്റെ എന്നുള്ള വ്യത്യാസമില്ലായ്മയാണ് ശരിക്കും. അപ്പോൾ യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ നീ എന്നുള്ള വേർതിരിവില്ലാതെ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെയും നിൻ്റെയും ചിന്ത എന്ന ഭാവത്തിനെ പറ്റിയാണ് കൃഷ്ണൻ വർണ്ണിച്ചത്. പിന്നെ രുക്മിണി വേറെയല്ല, രാധ വേറെയല്ല എന്നൊരു ചിത്രകലയോടുകൂടി രുക്മിണിയും രാധയും കൃഷ്ണനും ഭാമയും എല്ലാം ഞാൻ തന്നെയാണ്. ശരിക്കുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അതാണ്. 1, 2 ഒന്നാണ്. ഞാനും നീയും ഒന്നാണ് എന്നുള്ള ഭാവം എവിടെ വരും, അതവിടെ മാത്രമേ ശരിക്കുള്ള പ്രണയം ഉണ്ടാവൂ. അല്ലാണ്ട് ഇപ്പൊ കാണുന്ന രീതിയിലുള്ള പ്രണയങ്ങളൊന്നും പ്രണയങ്ങളല്ല. മനസ്സിലായോ? പ്രണയത്തിന്റെ ശരിക്കുള്ള ഭാവം അതാണ്. നമ്മൾ 2 പേരും ഒന്നാണ്, ഒരേ ചിന്താഗതിയോടെ, ഒരേ മനസ്സോടുകൂടെ, ഒരേ ഇതിലൂടെ. ത്യാഗമാണെങ്കിൽ ത്യാഗത്തിലും നമ്മൾ 2 പേരും ഒരുമിച്ച്, വേർപിരിവ് ഉണ്ടായാലും അതിലും കണ്ടെത്തുന്ന ഒരു നിർവൃതി, അതൊക്കെയാണ് പ്രണയം. അപ്പോൾ അതന്നെ ഒരു സ്നേഹം എന്ന് പറയണത് അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളെല്ലാം അവൻ്റെ സന്തോഷമാണ്, അവൻ്റെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷം, ദുഃഖങ്ങളും അതുപോലെ തന്നെ. അങ്ങനെ അലിഞ്ഞു ചേരുക എന്ന് പറയില്ലേ, ഹൃദയത്തിൽ ആത്മാവിൽ അലിഞ്ഞു ചേരുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ പ്രണയം. ഇന്നത്തെ പോലെ നീ എനിക്കിത് നൽകിയാൽ ഞാൻ നിനക്ക് അത് നൽകും, നീ സ്നേഹം തന്നാൽ മാത്രം ഞാൻ സ്നേഹം നൽകൂ, അങ്ങനെയുള്ളതല്ല പ്രണയം. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്നെ നീ സ്നേഹിച്ചോ, സ്നേഹിച്ചില്ല, നീ സ്നേഹിക്കാണ്ട് നീ എന്നെ വിട്ടു പോയെങ്കിൽ ഞാൻ നിന്നെ പ്രതികാരം ചെയ്യും, അതൊന്നും അല്ല പ്രണയം. ഒരിക്കൽ മനസ്സിൽ മുട്ടിട്ട് കഴിഞ്ഞാൽ നല്ല താമരയായി വിടർന്ന് ഒരിക്കലും വാടാത്ത പുഷ്പം പോലെ എന്നെന്നും നിലനിൽക്കുന്ന ഹൃദയസ്പർശത്തിൻ്റെ നിർമ്മലമായ ഭാവത്തിൻ്റെ പേരാണ് സ്നേഹം. ശ്രീകൃഷ്ണൻ്റെ വചനങ്ങളും നമുക്ക് മനസ്സിലാവണത് ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് രാധയെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വരച്ചതെന്ന് പറയുമ്പോൾ താൻ തന്നെയാണ് രാധ, രാധ തന്നെയാണ് കൃഷ്ണനും, കൃഷ്ണൻ തന്നെയാണ് രാധ, രാധ തന്നെയാണ് കൃഷ്ണനെന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. അത് ചുമ്മാ 2 ശരീരം, 2 രൂപങ്ങൾ, ഒരു ഭാവം, ഒരു ആത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സത്യം. അത് തന്നെയാണ് യഥാർത്ഥ പ്രണയം, അല്ലേ? എന്നാലും പ്രണയത്തിന്റെ ക്ലാസ് ആയിപ്പോയല്ലോ, ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്യാബേജ് തോരൻ. അപ്പോൾ ഒരു പ്രണയത്തിനെ പറ്റിയാണ് പറയാൻ പറ്റുന്നത്. നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് ക്യാമറ പിടിപ്പിച്ചത്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ മുഖത്തുള്ള താമര വിരിഞ്ഞേനെ. അയ്യോ സത്യം മഹാഭാവി, അത് ചെയ്താൽ മതിയായിരുന്നു അമ്മ. എന്താ അമ്മ അങ്ങനെയൊക്കെ? ഇതിന്റെ കൂടെ ഞാൻ എന്താ അറിയുക, ഒരു നാളികേരം ചുട്ട ചമ്മന്തി ഇല്ലേ, നാളികേരം ചുടുക, ഞാൻ പറഞ്ഞു. നാളികേരം ചുടുക, മുളക് നമുക്കിപ്പോൾ അടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റൗവിൽ തന്നെ ഒരു കമ്പിയിൽ കുത്തി മുളക് ചുടുക, നാളികേരം അതിന്റെ മുകളിൽ തന്നെ വെച്ചൊന്ന് ചുട്ടെടുക്കുക, കുറച്ച് പൊടി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി, ഇതൊക്കെ കൂട്ടിയിട്ട് കല്ലിലിട്ട് അരച്ചെടുക്കുക, ഒരു ചമ്മന്തി. തൈര് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മള് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കാന്താരി മുളക് ഒന്ന് ചതച്ചയിലിട്ട് ഉപ്പിട്ട് ഒന്ന് ചൂടാക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള തൈരും ഈ ക്യാബേജ് ഉപ്പേരി, ഈ ചമ്മന്തി, കടുമാങ്ങ അച്ചാറാണ് ഇന്നത്തെ. ഇന്ന് വേറെ ഒന്നുമില്ല, നാടൻ സംഭവം അല്ലമ്മ. എന്താ ചൂടല്ലേ. അപ്പൊ എന്തായാലും ഈ അമ്മുക്കുട്ടി പറഞ്ഞു തന്ന സ്ഥിതിക്ക് എല്ലാവരും അവരവർക്ക് പ്രണയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി പൊടി തിട്ടിയെടുത്ത് അല്ലേ, ഇതുപോലെ ഹൃദയസ്പർശമായ പ്രണയം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വരാം, പക്ഷെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോ അവര് നമ്മളെ വിട്ട് ദൂരെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ അവരെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴാണ് ഞാനും നീയും ഒന്നാണെന്നുള്ള ഭാവം വരിക. അങ്ങോരുടെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അവരും മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം അങ്ങനെ സ്നേഹിക്കുന്നതാണ് ശരിക്കുള്ള സ്നേഹം.
അല്ലാണ്ട് നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാണ്ട് അവരെന്നെ വഞ്ചിച്ചു, അവള് പോയി അല്ലെങ്കിൽ അവൻ പോയി എന്ന് പറഞ്ഞ് അവരെ വെറുക്കുക, അവരോട് പ്രതികാരം വിട്ടുക, ഇതൊന്നും പ്രണയമല്ല. ഇതൊന്നും പ്രണയം എന്ന് പറയാനും പറ്റില്ല. ഈ ഭഗവാൻ കാണിച്ചു തന്ന ആ രാധാകൃഷ്ണ പ്രണയം തന്നെയാണ് ശരിക്കും. മറ്റുള്ളവരുടെ ചിന്തകളിലല്ല നിങ്ങളുടെ പ്രണയമുള്ളത്, നിങ്ങളുടെ മനസ്സുകളിലാണ്, നിങ്ങളുടെ ആത്മാവിലാണ് എന്നാണ് അല്ലേ? അപ്പൊ അത് പരിശുദ്ധമായ. ഇന്ന് കടുമാങ്ങ അച്ചാറും ചമ്മന്തി മോരൊക്കെ കൂട്ടി ചോറുണ്ണാൻ വരണോ? ഇന്നെന്താ വേർപ്പൊന്നും തുറക്കേണ്ടതെന്ന് മറന്നുപോയി. കാരണം പ്രണയമാണല്ലോ സബ്ജക്റ്റ്. അത് ശ്രീകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാൻ. ശ്രീകൃഷ്ണന്റെ പ്രണയം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മധുര അനുഭവമല്ലേ. അപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ വേർപ്പ് വന്നതും തുടക്കലും ഒക്കെ മറന്നു പോരാ. കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ശ്രീകൃഷ്ണന്റെ മാത്രമല്ല, അത് പ്രണയം എന്ന് പറയുമ്പോൾ വയസ്സായ മുത്തി മുതൽ 5 വയസ്സായ കുട്ടി മുതലും ഒരു സന്തോഷം, ഒരു പുഞ്ചിരിയൊക്കെ കാണും. ഈ പ്രപഞ്ചം തന്നെ പ്രണയമാണ്. ജീവിച്ചിരിക്കുന്ന കാലം വരെയും പ്രണയിക്കാണ്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ? പ്രണയം ആണമ്മ, ശരിയാണ്. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ ഇതെല്ലാം കൂട്ടി ഞാൻ ഇന്ന് വന്നാൽ നിങ്ങൾക്ക് ഇതാ തരാം. നല്ല തൈര്, കാന്താരി ഉടച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടുണ്ട്, തൈരും ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ കാബേജ് തോരൻ, കടുമാങ്ങ അച്ചാർ, ഇതൊക്കെ കൂട്ടി ചോറ് തരാം. അതും ഒരു രസമല്ലേ? ഓക്കെ, ബൈ.